കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബൈബിൾ സ്റ്റഡി പരമ്പരയിലെ 40ാമത്തെ എപ്പിസോഡാണ്. കർത്താവ് ഇത്രത്തോളം അത്ഭുതകരമായി നമ്മളെ നടത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾ സ്റ്റഡി നിമിത്തം നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ വിളിക്കുകയും അതറിയിക്കുകയും ചെയ്യണം എന്ന വിശേഷാൽ ഓർപ്പിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ 2ാമത്തെ മിഷണറി യാത്ര നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം മുതൽ 18-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെയാണ് ആ മിഷണറി യാത്രയെക്കുറിച്ച് എഴുത്തുകാരനായ ലൂക്കോസ് വിവരിച്ചിരിക്കുന്നത്. ആദ്യത്തെ അപ്പോസ്തല പ്രവൃത്തികൾ ഈ മിഷണറി യാത്ര നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ 16-ാം അധ്യായത്തിൽ ആ മിഷണറി യാത്രയിൽ മിഷണറി സംഘം ഫിലിപ്പി പട്ടണത്തിൽ വന്നത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസും ശീലാസും കൂടെയാണ് മിഷണറി യാത്ര ആരംഭിച്ചത്. എന്നാൽ 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചപ്പോൾ അവരുടെ മിഷൻ സംഘത്തോട് തിമോത്തിയുടെ ചേർന്നതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ത്രോവാസിൽ വെച്ച് എഴുത്തുകാരനായ ലൂക്കോസും അവരുടെ സംഘത്തിൽ ചേർന്നതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പ്രത്യേക ദർശനപ്രകാരം അവർ മാസിഡോണിയയിലെ ഫിലിപ്പി പട്ടണത്തിൽ അവരെത്തുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അവിടെ വെച്ച് കർത്താവ് ഏറ്റവും വലിയ അത്ഭുതം ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ശാരീരികമായ ഏതത്ഭുതത്തെക്കാളും ഏറ്റവും വലിയ അത്ഭുതം ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ്. പുഴവക്കത്തിരുന്ന സഹോദരിമാരോട് ദൈവത്തിൻ്റെ വചനം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പൗലോസ് തന്നോട് പറഞ്ഞ സുവിശേഷം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു എന്നും ലുദിയ കർത്താവിനെ വിശ്വസിച്ച് താനും തൻ്റെ കുടുംബാംഗങ്ങളും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷ അടയാളമായി അവർ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു എന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനുശേഷം കർത്താവിൻ്റെ ദാസന്മാരെ തൻ്റെ ഭവനത്തിലേക്ക് ലുദിയ ക്ഷണിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു. ലുദിയയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് വളരെ സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്സുകാരിയായിരുന്നു താൻ എന്ന് നമ്മൾ ചിന്തിച്ചു. സാമ്പത്തിക ശേഷിയുള്ളവരെയും കർത്താവ് ആകർഷിക്കുന്നുണ്ട്. സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല സുവിശേഷം. സാമ്പത്തികമില്ലാത്തവർക്കും ഉള്ളവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും സുവിശേഷത്തിലൂടെയുള്ള വിടുതൽ ആവശ്യമാണ്. കാരണം എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ എല്ലാവർക്കും സുവിശേഷം ആവശ്യമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ സകല മനുഷ്യർക്കും ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത് ലുദിയയെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞത് താൻ ഒരു ദൈവഭക്തയായ സഹോദരി ആണ് എന്നാണ്. അതിൻ്റെ അർത്ഥം യഹൂദ മതത്തിൽ താൻ ചേർന്നിട്ടില്ലെങ്കിലും യഹൂദ മതം പ്രചരിപ്പിക്കുന്ന ഏക സത്യദൈവത്തിൽ താൻ വിശ്വസിച്ചിരുന്ന ആളാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവം തൻ്റെ ഹൃദയത്തെ തുറന്നു, സുവിശേഷത്തോട് താൻ പ്രതികരിച്ചു. നാലാമത് ലുദിയയും തൻ്റെ കുടുംബവും സ്നാനപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഏറ്റവും അവസാനത്തിൽ ലുദിയ തൻ്റെ ഭവനം കർത്താവിൻ്റെ ദാസന്മാർക്ക് തുറന്നു കൊടുത്തു എന്നും നമ്മൾ ചിന്തിച്ചു. ഫിലിപ്പിയിലെ 2ാമത്തെ ഇവൻ്റാണ്
ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഫിലിപ്പി പട്ടണത്തിൽ 3 പ്രധാന സംഭവങ്ങളാണ് നടന്നത്. ഒന്ന്, ലുദിയായുടെ മാനസാന്തരവും അവരുടെ രക്ഷയുമാണ്. 2, ഭൂതങ്ങളുടെ പിടിയിൽ കിടന്ന ഒരു സഹോദരി അത്ഭുതകരമായി കർത്താവ് വിടുവിക്കുന്ന സംഭവം. 3, ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ കുടുംബമായി രക്ഷിക്കപ്പെടുന്ന അനുഭവമാണ്. അതിൽ രണ്ടാമത്തെ ആ സംഭവത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഴിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ട് പോയി. ഇതാണ് ഫിലിപ്പി പട്ടണത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവം. ഇവിടെ നമ്മൾ കാണുന്നത് ബാല്യക്കാരത്തിയായ ഒരു പെൺകുട്ടി, അവളെ നിയന്ത്രിക്കുന്നത് ഭൂതങ്ങളാണ്. അവൾ പറയുന്ന പല കാര്യങ്ങളും കൃത്യമായി സംഭവിക്കുന്നത് കൊണ്ട് അവൾ അവിടെ യജമാനന്മാർക്ക് വേണ്ടി ധാരാളം പണം ഉണ്ടാക്കിയിരുന്നു. അവളൊരു സ്ലേവ് ഗേളാണ്. ആകയാൽ അവളെ വാങ്ങിയ യജമാനന്മാർ അവൾ ഈ ഭൂതങ്ങളിലൂടെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് പണം അവർ എടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ദൈവത്തിൻ്റെ ദാസന്മാർ ആ ഭൂതങ്ങളിൽ നിന്ന് അവളെ വിടുവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ ഒരു ക്രിസ്തീയ ശുശ്രൂഷയാണ്. വളരെയധികം പഠിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചില സൂചനകൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. പരിശുദ്ധാത്മാവ് സാധാരണക്കാരായ ആളുകൾ ആവസിച്ച് അവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്, പൗലോസ് ദൈവത്തിൻ്റെ വചനം ആത്മനിയോഗത്താൽ പറയുമ്പോൾ ദൈവം തന്നോടുകൂടി ഇരുന്ന് ലുദിയയുടെ ഹൃദയത്തെ തുറന്ന് ആ വചനത്തിന് റെസ്പോണ്ട് ചെയ്യുവാൻ ലുദിയായ്ക്ക് കൃപ കൊടുക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വേറൊരു സംഭവമാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സംഘവും ഭൂതം ബാധിച്ച ഒരു സ്ത്രീയുമായിട്ട് ഒരു എൻകൗണ്ടർ നടക്കുന്നു. അതിൽ പൗലോസും തൻ്റെ കൂടെയുള്ള സംഘവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വലിയ ജയം പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു. കൂടെ നടന്ന പത്രോസ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഭൂതം ബാധിച്ചവരെ യേശു വിടുവിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ യേശു എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കിയതെന്ന് ആ വാക്യം വളരെ സ്പഷ്ടമായി നമുക്ക് ആ വാക്യത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. കർത്താവ്
പരിശുദ്ധാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. അതേ ക്രിസ്തുവിൻ്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ ഈ നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ ആവസിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനെ നിറച്ചിരിക്കുന്നത് കൊണ്ട്, അതേ ആത്മാവിനാലാണ് പൗലോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ വെളിച്ചപ്പാർത്തിയായ ഈ സ്ത്രീയിൽ നിന്ന് അവളിൽ ബാധിച്ച ആ ദുരാത്മാവിനെ പൗലോസ് ഇതേ ആത്മാവിനാലാണ് പുറത്താക്കുന്നത്. യേശുവിൽ കണ്ടുവന്ന അതേ പുതിയ നിയമ ശുശ്രൂഷ ഇന്നും കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് ആവർത്തിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പുതിയ നിയമസഭ ഭൂതങ്ങളെ പുറത്താക്കുന്ന സഭയായിരിക്കണം. അതിന് വ്യക്തിപരമായി നമുക്ക് അതിനുള്ള ശക്തിയില്ല. ആകയാൽ കർത്താവിൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിനെ കർത്താവ് ദൈവസഭയ്ക്ക് ദാനമായി കൊടുക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം കൊടുത്തതായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. 7-ഉം 8-ഉം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കുന്നതോടൊപ്പം തന്നെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർക്ക് അവിടുന്ന് നിർദ്ദേശം കൊടുത്തതായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവർ ഈ ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് 12-ാമത്തെ വാക്യം, അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. 13-ാം വാക്യത്തിൽ, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അപ്പം നോക്കൂ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഭൂതങ്ങളെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പുറത്താക്കിയിരുന്നു. ഇത് തന്നെ കർത്താവ് 12 ശിഷ്യന്മാരിൽ ആവശ്യപ്പെടുകയാണ്. അന്ന് അവർ ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന സമയത്ത് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിവസം വന്നതുപോലെ വന്നിട്ടില്ല. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു എക്സ്റ്റൻഷനായി അവർ ആ ശുശ്രൂഷ ചെയ്തിരുന്നു. കർത്താവ് അവരോട് കൂടെ ഇരുന്ന സമയത്ത് അവർ കർത്താവ് കൊടുത്ത അധികാരത്തിലും കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി അവർ ആ ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു. എന്നാൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അപ്പോസ്തലന്മാരും കർത്താവ് ചെയ്തതുപോലെ തന്നെ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. പത്രോസ് തൻ്റെ ശുശ്രൂഷയിൽ അത് ചെയ്തു, പൗലോസും ചെയ്തു. പൗലോസ് ശുശ്രൂഷയിൽ ചെയ്ത ആ ഒരു ഭാഗമാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ ഇവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. പത്രോസ് ഭൂതത്തെ പുറത്താക്കിയത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അത് കാണുവാനായിട്ട് കഴിയും. നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാക്കി, അശുദ്ധാത്മാക്കളും പുറത്തുപോയി എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ കർത്താവ് തെരഞ്ഞെടുത്ത 70 ശിഷ്യന്മാരോടും കർത്താവ് ഇത് ആവശ്യപ്പെട്ടിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 17-ാം വാക്യം എന്നീ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 70 പേരെ ഈരണ്ടായി കർത്താവ് അയക്കുമ്പോൾ അവർക്കും ഇതേ നിർദ്ദേശം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആകയാൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്,
എന്ന് വളരെ കൃത്യമായി ഇന്നത്തെ ദൈവസഭ, ദൈവദാസന്മാർ മനസ്സിലാക്കിയിരിക്കണം. ആർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. 16-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വേദഭാഗങ്ങൾ ദൈവമക്കൾക്ക് പലർക്കും മനഃപ്പാടമാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇവിടെ കൊണ്ടുവരാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അതിനുശേഷം മറ്റു പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇതേ അധ്യായത്തിൻ്റെ തന്നെ 19-20 വാക്യം, ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. 20-ാം വാക്യത്തിൽ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. 19-20 വാക്യങ്ങളുടെ ഇടയ്ക്കാണ് പെന്തക്കോസ്തിലെ ആത്മപകർച്ച നടക്കുന്നത്. ആകയാൽ നിർദ്ദേശം ഏറ്റെടുത്ത ശിഷ്യന്മാർ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മശക്തിയോടെ അവർ ശുശ്രൂഷിച്ച ഇടങ്ങളിൽ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ യൗവനക്കരുത്തിയായ ഈ സ്ത്രീ ഭൂതബാധിതയാണ്. എന്നാൽ അവളിൽ വെളിപ്പെട്ടു വരുന്നത് വെളിച്ചപ്പാടിൻ്റെ ആത്മാവായിട്ടാണ്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. എന്നിട്ട് അവൾ ദൂത് പറയാണ്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഉറക്കെ പറയുകയാണ്. ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ദൂതിനകത്ത് യാതൊരു തെറ്റുമില്ല, കറക്റ്റ് ദൂതാണ്. പക്ഷേ ഉറവിടം തെറ്റാണ്. ഭൂതങ്ങൾ അവളെ ഭരിക്കുന്നത് കൊണ്ട് ഭൂതാത്മാക്കളുടെ സഹായത്തോടെ ഈ ദൈവദാസന്മാരാരാണെന്നും അവരുടെ ശുശ്രൂഷ എന്താണെന്നും മനസ്സിലാക്കി അത് അവൾ വിളിച്ചു പറയുകയാണ്. ഇവൾ ധാരാളം പണമുണ്ടാക്കിയവളാണ് എന്ന് പറയാൻ കാരണം, വളരെ അക്യുറേറ്റായി കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുവാൻ, ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുവാൻ ഇവൾക്ക് ഭൂതങ്ങൾ ഇവളിൽ ഉള്ളത് കൊണ്ട് ശക്തി ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ ആളുകൾ ഭാവി കാര്യങ്ങൾ അറിയാൻ അവിടെ അടുക്കൽ വന്നു. അവളത് പറയുമ്പോൾ യജമാനന്മാർ, അവളെ ഓൺ ചെയ്യുന്നവർ അതുകൊണ്ട് പൈസ ഉണ്ടാക്കിയിരുന്നു. ഭൂതങ്ങൾക്ക് ഭാവി കാര്യങ്ങൾ കൃത്യമായി പറയുവാൻ കഴിയുമോ? തീർച്ചയായും ഒരു പരിധിവരെ അവർക്ക് പറയാൻ കഴിയും. പക്ഷേ ആത്യന്തികമായി ഭൂതങ്ങൾ ആദ്യം ശരിയായ കാര്യം പറഞ്ഞാലും അത് ചതിയിലാണ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഭൂതങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നത് യോഹന്നാൻ 8:44 വായിച്ചാൽ, അവർ കള്ളമേ പറയുള്ളൂ, കാരണം പിശാച് കള്ളനാണ്. ഈ സത്യമായ കാര്യം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അവസാനം ഒരു ഡിസപ്ഷനിൽ കൊണ്ട് അത് തീർക്കുവാൻ വേണ്ടിയാണ്. കാരണം ചില കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്നതൊക്കെ അക്യുറേറ്റായി പറയുമ്പോൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. അങ്ങനെ ആളുകൾ ഒരു ട്രാപ്പിലാകും. അവരുടെ ഹൃദയം അതിനായി അവർ കൊടുക്കും. ഹൃദയത്തെ കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്ക് ഈ ഭൂതങ്ങൾ അട്രാപ്റ്റായ വ്യക്തികളെ നടത്തും എന്നുള്ളതിന് സംശയമില്ല. കാരണം സാത്താൻ്റെ സാമ്രാജ്യത്തിലെ സാത്താനു വേണ്ടി
സേവ ചെയ്യുന്നവരാണ് ഭൂതാത്മാക്കൾ. ഈ ഭൂതാത്മാക്കൾ അവരുടെ ലീഡറാകുന്ന സാത്താനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് മുഴുവനും ദൈവരാജ്യത്തിന് വിപരീതമായി, യേശുക്രിസ്തുവിൻ്റെ പദ്ധതികൾക്ക് വിപരീതമായി, ദൈവസഭയ്ക്ക് വിപരീതമായി, ദൈവമക്കൾക്കും ദൈവിക കുടുംബങ്ങൾക്കും എതിരായിട്ടാണ്. ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായി പറയുന്നതിൻ്റെ പിൻപിലുള്ള ഉദ്ദേശം അതിന് ചെവി കൊടുക്കുന്ന വ്യക്തികളെ അവസാനം ചതിച്ച് ആ വലിയ ട്രാപ്പിൽ കൊണ്ടാക്കുവാനാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകരുത്. ഇവിടെ ഈ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയെ അക്യുറേറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ പൗലോസ് ഭൂതാത്മാവിനാൽ പറയുന്ന ആ സാക്ഷ്യത്തിലൂടെ അത് ബിൽഡപ്പ് ചെയ്ത് സുവിശേഷീകരണം ചെയ്യുവാൻ താൻ താല്പര്യപ്പെട്ടില്ല. ഒരു ദൈവ പൈതലിന്, ദൈവസഭയ്ക്ക് ഭൂതങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ആവശ്യം ഇല്ല. ആകയാൽ പൗലോസ് അതിനെ നേരിടുകയാണ്. എന്നാൽ പൗലോസിൻ്റെ ആ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 18-ാം വാക്യത്തിൽ ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് ആദ്യം ശാസിച്ചില്ല. പൗലോസ് കാര്യങ്ങളെ ഡിസേൺ ചെയ്തു. ഏത് ശുശ്രൂഷയ്ക്കും ദൈവത്തിൻ്റെ ടൈമിംഗ് ഉണ്ട്. എന്നിട്ട് അവിടെ കാണുന്നത് പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ദൈവ പൈതൽ ഭൂതങ്ങളുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുമ്പോൾ അത് എത്ര അക്യുറേറ്റ് ആയിട്ടുള്ള ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ല നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിലും, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ആ ഞെരക്കം, ആ അസ്വസ്ഥത, ആ മുഷിയുന്ന അനുഭവം ഉണ്ടാകും. പെട്ടെന്ന് അതിനകത്ത് ട്രാപ്റ്റായി പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കാര്യങ്ങളെ ഒന്ന് വിവേചിക്കാൻ തയ്യാറായാൽ ആത്മനിറവുള്ള ഒരു ദൈവ പൈതലിന് കാര്യം സ്പഷ്ടമായി ഗ്രഹിപ്പാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഭാവിയെക്കുറിച്ചോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നത് കൊണ്ട് അതെല്ലാം പരിശുദ്ധാത്മാവിലാണ് എന്ന് ഒരിക്കലും ചിന്തിക്കുവാൻ പാടില്ല. പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ പറയുവാൻ സാധിക്കും. മനുഷ്യാത്മാവിനാൽ പറയുവാൻ സാധിക്കും. ദുരാത്മാവിനാലും പറയുവാൻ സാധിക്കും. എങ്ങനെയാ മനുഷ്യാത്മാവിനാൽ പറയാൻ സാധിക്കുന്നത്? നേരത്തെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരിടത്ത് ചെന്ന് ആ കാര്യങ്ങൾ മനുഷ്യാത്മാവിൽ പറയുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഓരോ വ്യക്തികളെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്നിൽ അവരുടെ ആയിട്ടുള്ള ഏജന്റുകളെ അയച്ച് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അവിടെ ഒരു ഗസ്റ്റ് പാസ്റ്ററായിട്ടോ ഉപദേശിയായിട്ടൊക്കെ ചെന്നിട്ട് വലിയ പ്രവാചകനായി ഒക്കെ കാണിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയും. അത് സാധുക്കളുടെ ഹൃദയങ്ങളെ കൈവശമാക്കുവാൻ അവർ ആ നിലവാരത്തിൽ ഉപയോഗിക്കും. പരിശുദ്ധാത്മ പൂർണ്ണരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഡിസേണിംഗ് ആയി ആ കാര്യങ്ങൾ അവർക്ക് പിടിക്കുവാനായി കഴിയും. പിന്നെ മനുഷ്യാത്മാവിലാണെങ്കിൽ ഒരു വിഷയമുള്ളത്, ശാസിച്ചാൽ പോകത്തില്ല. ഭൂതാത്മാവിലാണ് ശാസിച്ചാൽ ഭൂതത്തിൻ്റെ ആത്മാവ് വിട്ടുപോകും. മനുഷ്യാത്മാവിനെ എത്ര ശാസിച്ചാലും അത് വിട്ടുപോകില്ല. പിന്നെ അവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, അവരെ ഡിസേൺ ചെയ്തിട്ട് ഇക്കാര്യം തുടരരുത് എന്ന് പറഞ്ഞ് അവരെ ശാന്തപ്പെടുത്തുവാൻ കഴിയും. ഈ 3 ഉറവകളെ ഡിസേൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ വലിയ ചതിവിൽ നാം അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെയും തൻ്റെ മിഷൻ ടീമിനെ കുറിച്ചും വളരെ പുകഴ്ത്തുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഫിലിപ്പിയയിൽ അധികം പേർക്ക് വെളിപ്പെടാത്ത കാര്യമാണ് വെളിച്ചപ്പാടത്തിയായ ഈ സ്ത്രീക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മ പൂർണ്ണനല്ലായിരുന്നു എങ്കിൽ അവൾ ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് ഒരിക്കലും പിടിക്കാൻ കഴിയത്തില്ല. അതുപോലെ അവൾ പറഞ്ഞ ദൂത് കേട്ടില്ലേ, ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗം നിമിത്തം ആത്മരക്ഷയുണ്ടാകുമെന്ന്. പൗലോസ് ആത്മപൂർണനായതുകൊണ്ടും ആത്മാവിൽ ജാഗരിച്ച് നിന്നതുകൊണ്ടും പിശാചിൻ്റെ ആ ട്രാപ്പ് തനിക്ക് കൃത്യമായി ബോധ്യമായി. കേൾക്കുന്നതെല്ലാം
വിവേചിക്കുവാൻ ദൈവവചനം നമുക്ക് അനുവാദം തരുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം ദൈവമക്കൾ പരിശോധിച്ചാൽ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 1-ാം വാക്യം മുതൽ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ശോധന ചെയ്യേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഒരു കാര്യം കേൾക്കുമ്പോൾ അത് കൃത്യമാകുന്നത് കൊണ്ട് സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഉറവിടം ഏതാണെന്ന് ശോധന ചെയ്തില്ല എങ്കിൽ വലിയ ട്രാപ്പിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ട്രാപ്പിൽ അകപ്പെട്ട ധാരാളം കുടുംബങ്ങളും ദൈവസഭകളും ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ വിവരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവമക്കൾ ജാഗ്രത പുലർത്തട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ നടക്കുന്നവരായി തീരട്ടെ. പൗലോസ് ശുശ്രൂഷിക്കുമ്പോൾ താൻ ആ ഭൂതാത്മാവിനെയാണ് സംബോധന ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളോടല്ല, അവളിലുള്ള ഭൂതത്തോട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടയാത്മസേനയോടാണ് ഒരു ദൈവവൈതലിന് പോരാട്ടമുള്ളത്. അവളിലുള്ള ഭൂതത്തോട് പൗലോസ് ആത്മനിറവിൽ സംസാരിക്കുകയാണ്. അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ദൈവത്തിൻ്റെ സമയം വന്നു. ആത്മനിയോഗം തനിക്കുണ്ടായപ്പോൾ ഭൂതത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ താൻ കൽപ്പിക്കുകയാണ്. സകല നാമത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിങ്കൽ സകല മുഴങ്കാലും മടങ്ങും. വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ, ആത്മനിറവുള്ള ഒരു ദൈവവൈതൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ പിന്നെ ഭൂതശക്തികൾക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയുകയില്ല. വിട്ടുപോയേ മതിയാകുകയുള്ളൂ. അങ്ങനെ ഈ ഭൂതശക്തി ഈ സ്ത്രീയിൽ നിന്ന് വിട്ടുപോയി. ഈ സ്ത്രീ സ്വതന്ത്രമായി. ഇതാണ് നമ്മൾ 18 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ച് കേട്ടത്. ഈ സഹോദരിയെക്കുറിച്ച് ഇവൾ രക്ഷിക്കപ്പെട്ടോ ഇവൾ സ്നാനപ്പെട്ടോ എന്നൊന്നും പൂർണ്ണമായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധ്യമല്ല. കാരണം അത് അങ്ങനെ സ്പഷ്ടമായി തിരുവെഴുത്തിൽ കാണുന്നില്ല. എന്നാലും ലുദിയായുടെ മാനസാന്തരവും സ്നാനവും ഒക്കെ ശേഷം ഇവളുടെ കാര്യം എഴുതിയിരിക്കുന്നു. അതിനുശേഷം ജയിലറും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന അനുഭവമാണ്. ജയിലറിൻ്റെയും ലുദിയായുടെയും ഒക്കെ ഇടയ്ക്ക് ലൂക്കോസ് ഇത് അവതരിപ്പിക്കുമ്പോൾ ന്യായമായി നമ്മൾ ചിന്തിക്കുവാൻ കഴിയുന്നത് ഇവളും പിൻകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ഫിലിപ്പി സഭയിലെ ഒരു അംഗമായി തീർന്നു എന്ന് വേണം നമ്മൾ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഈ ദൈവവചന ഭാഗം വായിക്കുന്ന സമയത്ത് ആ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി, യജമാനന്മാർക്ക് പണമുണ്ടാക്കി കൊടുക്കുന്ന ദൂത് പണക്കൊയ്ത്തിന് വേണ്ടിയാണെങ്കിൽ ആ ദൂത് അതിൻ്റെ ഉറവിടം നമ്മൾ വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് പണക്കൊതിയുള്ള ആത്മാവല്ല. വെളിച്ചപ്പാടത്തി ഭൂതത്തിൻ്റെ സഹായത്തോടെ ഈ ദൂതുകൾ കൃത്യമായി പറയുന്നതിൻ്റെ ലക്ഷ്യം ആളുകളെ ട്രാപ്പ് ചെയ്ത് പണം യജമാനന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുവാനാണ്. അനേകർ ഇന്ന് പണമുണ്ടാക്കുന്ന ഒരു മീഡിയമാണ് ദൂത് പറയുന്നത്.
ദൂത് പറഞ്ഞ് പണമുണ്ടാക്കുന്ന ഒരു പ്രവണത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവ് പണക്കൊതിയുടെ ആത്മാവല്ല. വളരെ സ്പഷ്ടമായി കർത്താവ് തിരുവെഴുത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുന്നതല്ല. കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ഭൂമിയിലുള്ള നിങ്ങളുടെ നിക്ഷേപത്തിലാകരുത്, ഉയരത്തിൽ വേണം നിങ്ങളുടെ നിക്ഷേപം. ക്രിസ്തുവിൻ്റെ ആത്മാവ് പറയുന്നത്, സകലവിധ ദോഷത്തിൻ്റെയും കാരണം ദ ലവ് ഓഫ് മണി, പണത്തോടുള്ള പ്രേമമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഇടത്ത് പണക്കൊതി ഉണ്ടാകുകയില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് പണം സമ്പാദിക്കുവാനുള്ള ഒരാത്മാവാണ്. അത് വളരെ സ്പഷ്ടമാണ്. യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ദൂതുകളാണ് അവിടെ ദൂതുകൾ. ഇത് ദൈവമക്കൾ നോട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവദാസന്മാർ നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു സ്തോത്ര കാഴ്ച മനസ്സോടെ, ആത്മാവിൽ പ്രേരണയോടെ ദൈവസഭകൾ കൊടുത്തു എന്ന് വരാം. അതല്ല ഞാൻ ഇവിടെ പറയുന്നത്. പണമുണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ആത്മാവ് വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെങ്കിൽ ചിലപ്പോൾ ദൈവം കൊടുത്ത താലന്തുകൾ അതിൽ അവിശ്വസ്തരായി അവർ നീങ്ങുകയായിരിക്കാം. പക്ഷെ അതിന് വേറൊരു വശമുണ്ട്. ക്രിസ്തുവിൽ തന്നെയാണോ ഈ ആത്മാവെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും ആവശ്യമാണ്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ വിവേചന വരം വളരെ ആവശ്യമാണ്. ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഏതേലും ഒരാളെ സ്നേഹിക്കും, മറ്റേ ആളിനെ പകയ്ക്കും. രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകുവാൻ സാധ്യമല്ലെന്ന് കർത്താവ് തന്നെ നേരിട്ട് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ഭൂതങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് ആവശ്യമാണ്. ഒരു ചെറിയ സൂചന തന്നിട്ട് ഞാൻ ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുകയാണ്. പിശാചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭൂതങ്ങൾ വ്യക്തികളിൽ കുടികൊണ്ട് വ്യക്തികളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഡീമോൺ പൊസഷൻ ഉണ്ടാകുന്നത്. ഡിമോണിക് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഡിമോണിക് പൊസഷൻ ഉണ്ട്. രോഗമായി വെളിപ്പെടുത്തുന്ന ഭൂതങ്ങളുണ്ട്, ഈ നിലയിൽ വെളിപ്പെടുന്ന ഭൂതശക്തികളുണ്ട്, മറ്റ് പല രീതിയിലും ഭാവത്തിലും ഒക്കെ വെളിപ്പെടും. പരിശുദ്ധാത്മ നിറവിൽ കാര്യങ്ങളെ വിവേചിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ശാസിക്കേണ്ടതിനെ ശാസിച്ചാൽ അത് വിട്ടുപോകും. വചനം പറയുന്നത് അതൊരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ വേലയിലുള്ളവർ, കൃപ ലഭിച്ച ദൈവമക്കൾ ധൈര്യത്തോടെ ആയിരിക്കട്ടെ. അധികാരവും ശക്തിയും ദൈവം തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. യേശു ചെയ്ത അതേ ശുശ്രൂഷ ആവർത്തിക്കുവാൻ ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നു. അധികാരവും ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയിലേക്ക് ദൈവസഭ ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് ആഗ്രഹിക്കുന്നു. അത് നിമിത്തം വ്യക്തികൾ വിടുവിക്കപ്പെടാൻ കഴിയും. ഈ സഹോദരി വിടുവിക്കപ്പെട്ടു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ യജമാനന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യജമാനന്മാർക്ക് അവളുടെ ഭാവിയോ അവളെക്കുറിച്ചുള്ള ചിന്തയോ അല്ല, അവർക്ക് പണമുണ്ടാക്കണം. അതുകൊണ്ട് 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. ഇതാണ് ഇവരെക്കുറിച്ചുള്ള ആരോപണം. അവരെ യഥാർത്ഥത്തിലുള്ള വിഷമം അവിടെ വെളിപ്പെടുത്തുന്നില്ല. ഇവരോടുള്ള പക നിമിത്തം അവരുടെ ലാഭത്തെ അപ്പോസ്തലനായ പൗലോസ് അഭൂതത്തെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ലാഭത്തിന് കോട്ടം വന്നതുകൊണ്ട് അവർ അധികാരികളുടെ മുൻപിൽ ഇവരെ കൊണ്ട് നിർത്തുകയാണ്. 21
വാക്യം റോമാക്കാരായ നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. ഒരു വലിയ ഡെലിവറൻസ് മിനിസ്ട്രി കഴിഞ്ഞിട്ട് ഈ സ്ത്രീയെ ഓൺ ചെയ്തിരുന്ന അവിടെ ഓണേഴ്സ്, പണ്ട് സ്ലേവായിട്ടുള്ള ആളുകളെ പണം കൊടുത്ത് മേടിക്കുവാൻ കഴിയും. അങ്ങനെ അവരുടെ കസ്റ്റഡിയിലായിരുന്ന ഈ സ്ത്രീ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഇവളെയും കൊണ്ട് പ്രയോജനമില്ല. പക്ഷേ വിടുവിച്ച ദൈവദാസന്മാരെ അവർ പീഡിപ്പിക്കുകയാണ്. കോൽ കൊണ്ട് അവരെ നന്നായി അടിച്ചു. ഇങ്ങനെയുള്ള കുറഞ്ഞത് 3 അനുഭവങ്ങളെങ്കിലും പൗലോസിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഒരു പക്ഷെങ്കിൽ അതായിരിക്കാം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 25-ൽ താൻ പറയുന്നത്. ഇവിടെ അതിൻ്റെ ആദ്യമായിട്ട് താൻ അനുഭവിക്കുകയാണ് ഈ കോൽ കൊണ്ടുള്ള അടി. എന്നിട്ട് തന്നെ ജയിലിനകത്ത് കൊണ്ടിട്ടു, കാരാഗ്രഹത്തിലിട്ടു. കാരാഗ്രഹ പ്രമാണിക്ക് അവരെ സൂക്ഷ്മമായി നോക്കുവാനുള്ള നിർദ്ദേശവും കൊടുത്തു. അടുത്ത വേദഭാഗത്തിലാണ് 3ാമത്തെ പ്രധാനപ്പെട്ട ഈവൻറ്റ് ആ കാരാഗ്രഹത്തിലാണ് നടക്കുന്നത്. ദൈവമക്കൾക്കെല്ലാം ആ ഭാഗങ്ങൾ മിക്കവാറുമുള്ളവർക്ക് നന്നായി അറിയാം എന്ന് ഞാൻ ധരിക്കുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് ഇങ്ങനെയൊരു നിർദ്ദേശം കിട്ടിയതുകൊണ്ട് അവരെ മാക്സിമം സെക്യൂരിറ്റിയിൽ അവരെ സൂക്ഷിച്ചു. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അവരെ വളരെ അടുപ്പിച്ച് തടവിൽ ആക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. ഒരു നിലയിൽ അവർ എസ്കേപ്പ് ചെയ്യരുത്. അങ്ങനെ ആ നിലയിൽ അവരെ ബന്ധനത്തിലാക്കി. പക്ഷേ 25-ാം വാക്യം, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഈ വേദഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ചും ദൈവമക്കൾക്ക് നന്നായി അറിയാം. കാരണം പലയിടത്തും ആരാധനയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുവാനായി ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നാൽ സൂക്ഷ്മമായി പഠിച്ചാൽ ഒരു വിടുതലും പ്രാപിക്കുവാനല്ല അവർ ആരാധിച്ചത്. അർദ്ധരാത്രിയുടെ സമയത്ത് അവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ എഴുത്തുകളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡിവൈൻ ജോയ്. സാഹചര്യങ്ങൾ എത്ര മാറിയാലും ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം കത്തിച്ചിരിക്കുന്ന സന്തോഷം ഒരിക്കലും ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. കോൽ കൊണ്ട് അടിച്ച് അവരെ പ്രിസണിനകത്ത് കൊണ്ടിട്ട് കാലൊക്കെ ആമത്തിൽ പൂട്ടിക്കഴിഞ്ഞപ്പോഴും അവരുടെ ഉള്ളിലെ സന്തോഷത്തെ കെടുത്താൻ കഴിയുകയില്ല. അവർ ആത്മാവിൽ ആനന്ദിക്കുകയാണ്. കാരാഗ്രഹം കുലുങ്ങാൻ വേണ്ടി അവർ ആരാധിച്ചതല്ല. മറ്റൊരു നിലയിലും ഏതെങ്കിലും ഒരു ഭൗതിക കാര്യത്തിനു വേണ്ടി ആരാധിച്ചതല്ല. അവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതൊക്കെ ദൈവമക്കൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. എങ്ങനെയാണ് ഇത്രയും അടി കിട്ടി ആമത്തിൽ പൂട്ടിയിരിക്കുന്ന ആളുകൾ ഈ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന് പാടുന്നത് എങ്ങനെയാണ്? വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. 1-ാം മിഷണറി യാത്രയിൽ ലിസ്ട്രയിൽ പൗലോസിനെ കല്ലെടുത്ത് എറിഞ്ഞ് താൻ മരിച്ചുപോയി എന്ന് ചിന്തിച്ച് വലിച്ചഴച്ച് കളഞ്ഞേച്ച് ആളുകൾ പോയി. ശിഷ്യന്മാർ തനിക്ക് ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചു. പൗലോസ് എഴുന്നേറ്റ് വന്നു. അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് താൻ പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു മനുഷ്യനെ കല്ലെടുത്ത് എറിഞ്ഞ് താഴെയിട്ട് മരിച്ചവനായി അവനെ ഉപേക്ഷിച്ചു പോയി. ആ ആളിന് അടുത്ത ദിവസം സുവിശേഷീകരണത്തിന് നടന്നു പോകുവാൻ കഴിയുമോ? ഇത്രയും അടിക്കോലുകൊണ്ട് അധികാരികൾ അവനെ അടുപ്പിച്ച ശേഷം അവനെ കൊണ്ട് ജയിലിലിട്ടേക്കുകയാണ്. അവിടെ ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയുമോ? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവമക്കളെ, എവിടെ ഞാൻ ദൂത് പറയാം. ഇതാണ് അവരിൽ കത്തിയിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഫയർ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കൂ. അനേക ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മ പ്രവർത്തനം മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ്. ആയത്തിലൊന്ന് കൈയടിക്കുന്നതോ ഒന്ന് കുതിച്ചുയർന്നതോ
ജമ്പ് ചെയ്യുന്നതോ ഇതൊക്കെ മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പലരും ആത്മപ്രവൃത്തിയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇവരെ സുവിശേഷ വേലയിൽ പിടിച്ചു നിർത്തിയതും ഈ അടികളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ സഹിച്ച് അടുത്ത ദിവസവും സന്തോഷത്തോടെയും ആത്മാവിലുള്ള വീര്യത്തോടെയും അവർ മുന്നോട്ട് പോയത് അവരിൽ കത്തിയ ആത്മാവിൻ്റെ അഗ്നിയാണ്. ഇത് ഞാൻ കാണുമ്പോൾ ഇത് മാനുഷികമല്ല. ഭൂമിയിലെ ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയത്തില്ല. അടിച്ച് അവശരാക്കി പുറം പൊട്ടി ആപത്തിൽ കിടക്കുന്നയാൾ സന്തോഷത്തോടെ സ്തുതിക്കണമെങ്കിൽ അവരെ ഭരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. That's the power of the Holy Spirit. നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം മാനിഫെസ്റ്റേഷൻസ് അല്ല. ആത്മാവ് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. എന്നാൽ മാനിഫെസ്റ്റേഷൻ തലത്തിൽ മാത്രം നിങ്ങൾ നിന്നാൽ ആത്മാവ് നിങ്ങളെ സജ്ജമാക്കി ആത്മാവ് നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അമാനുഷികമായ ബലമാണ്. ഇതൊക്കെ സഹിക്കുകയാണ്. ഭയങ്കരമായ പീഡനമാണ് ബോഡിക്ക് കിട്ടുന്നത്. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു നിലയിലും ഒരു ക്ഷതം സംഭവിച്ചിട്ടില്ല. അവരുടെ ജോയെ കെടുത്തുവാൻ ഈ പീഡനങ്ങൾക്ക് സാധ്യമാകുന്നില്ല. കാരണം അവരുടെ അകത്തെ മനുഷ്യൻ അനുഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയുമാണ്. അങ്ങനെ അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി അവർ സ്തുതിച്ചു. മെല്ലെയല്ല, നന്നായി ഉച്ചത്തിൽ. കാരണം തടവുകാർ മുഴുവനും ശ്രദ്ധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സൂപ്പർ നാച്ചുറലായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടായി. മൂവ്മെൻ്റ് ഉണ്ടാകാൻ ആരാധിച്ചതല്ല, ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടായി. അതൊരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു. റോമൻ കാരാഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം പിടിച്ച് കുലുക്കി. വളരെ പഴകിയ അടിസ്ഥാനമാണ് ആ ജയിലിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ഇങ്ങനെയൊന്നും കുലുകുന്ന ഒരടിസ്ഥാനമല്ല. പക്ഷെ ദൈവം അതിനെ പിടിച്ച് കുലുക്കുക മാത്രമല്ല, ഇവരുടെ കയ്യിൽ നിന്ന് ചങ്ങലകളെല്ലാം പോയി. ഇവരുടേത് മാത്രമല്ല, അവിടുത്തെ സകല പ്രിസണേഴ്സിൻ്റെയും ചങ്ങലകൾ താഴെ വീണു. ഭയങ്കര വിടുതൽ അവിടെ സംഭവിക്കുകയാണ്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഒരു വലിയ സൂപ്പർ നാച്ചുറൽ മൂവ്മെന്റ് നടക്കുകയാണ്. 27-ാം വാക്യം, കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഇവരെ കൊടുത്തിരിക്കുന്നത്. ഇവർ ഓടിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഉത്തരവാദിത്തമുള്ള പൊസിഷനിലാണ്. അതിന് സമാധാനം പറഞ്ഞു നോക്കൂ. അതോർത്ത് താൻ സൂയിസൈഡ് ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ പൗലോസ് തന്നെ വിലക്കുകയാണ്. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുൻപിൽ വീണു. കാരാഗ്രഹത്തിൻ്റെ അകത്ത് അടച്ചവൻ ദൈവദാസന്മാരുടെ കാൽച്ചോട്ടിൽ വന്ന് വീണു. അടുത്ത് ശ്രദ്ധിക്കണേ, അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ഭൂമിയിലുള്ള സകല ആളുകളും ചോദിക്കേണ്ട ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് മസ്റ്റ് ഐ ഡു ടു ബി സേവ്ഡ്? അതിന് മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്? സിമ്പിൾ, ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം പിന്നീട് അവരോട് പറയാൻ തുടങ്ങി. അവിടെ ഒരു പ്രത്യേക പ്രയോഗം ഇവിടെ കാണുന്നത്, വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. പിന്നീട് നമ്മൾ കാണുന്നു, ഈ വചനം ഏറ്റെടുത്തവർ സ്നാനപ്പെട്ടു, തൻ്റെ കുടുംബമായി സ്നാനപ്പെട്ടു. ഉടനെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ വിശ്വസിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്.
അത് വേദപുസ്തകം വേണ്ടവണ്ണം ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ജയിലറും തൻ്റെ കുടുംബത്തിലുള്ള സകല ആളുകളോടും ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു, ദൈവദാസന്മാർ പ്രസംഗിച്ചു. അതിന് മുൻപ് പറഞ്ഞത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തിലുള്ള ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തക്കവണ്ണം അവർക്ക് പ്രാപ്തിയുള്ളവരായിരിക്കണം. രണ്ടാമത് അതിൻ്റെ 32-ാം വാക്യത്തിൽ വചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവർ പ്രാപ്തിയുള്ളവരായിരിക്കണം. 33, അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനം ഏറ്റു. സ്നാനമേറ്റത് പൊടിക്കുഞ്ഞല്ല, വചനം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് ഈ ജയിലറിന്റെ കുടുംബാംഗങ്ങൾ. അങ്ങനെയുള്ളവരാണ് സ്നാനപ്പെട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ലുദിയായുടെ കുടുംബം സ്നാനപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത എപ്പിസോഡിൽ എൻ്റെ കാര്യം പറയാം. വചനം വായിക്കുമ്പോൾ ലൂക്കോസ് ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യം ലുദിയായുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷമാണ് ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെയെല്ലാം നിഷ്പക്ഷമായി നമ്മൾ ശ്രദ്ധിച്ചാൽ വിശ്വസിക്കാൻ ത്രാണിയുള്ളവരാണ് സ്നാനപ്പെട്ടതെന്ന് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ലുദിയായെക്കുറിച്ച് 1-2 വിവരം പറയാം. അത് ഈ വചനങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അവരുടെ ജോയ് ദൈവത്തിൽ വിശ്വസിച്ചതാണ്. അപ്പോസ്തലപ്രവൃത്തികളിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ആവർത്തിച്ച് കാണുന്ന ഒരു സത്യമാണ് ദ ഡിവൈൻ ജോയ്. ഒരു സൂപ്പർ നാച്ചുറൽ മൂവ് ഓഫ് ഗോഡ് ഉണ്ടായി. അതിൽ ഈ ജയിലറും കുടുംബവും വിടുവിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ഭൂതത്തെ പുറത്താക്കി അതിനെ തുടർന്ന് കള്ളസാക്ഷ്യം പറഞ്ഞ് അവരെ മജിസ്ട്രേറ്റുമാരുടെ മുൻപിൽ കൊണ്ടൊന്ന് അടുപ്പിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ അവർക്കൊരു വേദനയും ഉണ്ടായിരുന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവാലോചനയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവം അനുവദിച്ചിട്ടാണ് അവരിത് അനുഭവിക്കുന്നതെങ്കിൽ ദൈവത്തിന് അതിലൊരു പർപ്പസ് ഉണ്ട്. ദൈവം അതിൽ മഹത്വമെടുക്കും. കാരാഗ്രഹത്തിലിട്ടാൽ ദൈവത്തിന് എന്താ മഹത്വം വരുന്നത്? അവരടികൊണ്ടാൽ ദൈവത്തിന് എന്താ മഹത്വം ഉണ്ടാകുന്നത്? ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഒരു മനുഷ്യന്റെ വില, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തെക്കാളും വിലയേറിയതാണ്. അവര് ഈ അടികൊള്ളുവാനും കാരാഗ്രഹത്തിലിടുവാനും ദൈവം അനുവദിച്ചതിൻ്റെ പിൻപിൽ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അന്യോന്യം ഒരു കംപ്ലൈൻറ്റും ഇല്ല. ശീലാസും പൗലോസും പരാതി പറയുന്നില്ല. മക്കതോന്യയ്ക്ക് പോകാൻ ദർശനം നീയല്ലേ കണ്ടത്? ത്രോവാസിൽ വെച്ചിങ്ങനെ ദർശനം കണ്ടല്ലേ നമ്മളിവിടെ ഇറങ്ങിയത്? ലുദിയായുടെ കുടുംബം രക്ഷപ്പെട്ടത് പോരായിരുന്നോ? ഇതൊന്നും അല്ല അവിടുത്തെ വാദം. അവർ ഒരുമിച്ച് കർത്താവിൽ സന്തോഷിച്ചു. കാരണം അവർക്കറിയാം അവർ ദൈവിക പദ്ധതിയിലാണ്. ഞാൻ ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സഞ്ചരിക്കുന്ന ദൈവമക്കളോടുള്ള ദൂത് പറയാം. കഷ്ടതയുടെ തീച്ചൂളലൂടെ പോകുവാൻ ദൈവം അനുവദിക്കും, പക്ഷേ അത് നിന്നെ ഉടയ്ക്കത്തില്ല. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തും, യാതൊരു സംശയവുമില്ല. അവസാനം കർത്താവ് മഹത്വം എടുക്കും. ജയിലറും കുടുംബത്തെയുടെ കിട്ടി. ഫിലിപ്പി സഭയിൽ ആരൊക്കെയുണ്ട്? ബിസിനസ്സുകാരിയായ ലുദിയ ഉണ്ട്. ഒരിക്കൽ വെളിച്ചപ്പാടത്തിയായിരുന്ന, ഭൂതങ്ങൾ കൺട്രോൾ ചെയ്ത, ഇപ്പോൾ വിടുതൽ പ്രാപിച്ച ആ പ്രിയ സഹോദരിയുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ജയിലർ കുടുംബമുണ്ട്. നോക്കിക്കേ, സൊസൈറ്റിയുടെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട ആളുകൾ സഭയുടെ അംഗങ്ങളായി മാറി. വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള ലുദിയ അവിടെ ഉണ്ട്. ഒട്ടും സാമ്പത്തികമില്ലാത്ത ഈ ബാലികയായ വിടുതൽ പ്രാപിച്ച സഹോദരിയുണ്ട്. ഇവരുടെ ഇടയ്ക്ക് നിൽക്കുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ജയിലറും കുടുംബമുണ്ട്. ദൈവസഭ അങ്ങനെയാണ്.
സൊസൈറ്റിയുടെ വിവിധ തുറകളിലുള്ള എല്ലാവരെയും ദൈവസഭയ്ക്കകത്ത് ആവശ്യമാണ്. ഫിലിപ്പി പട്ടണത്തിലെ ദൈവം സ്ഥാപിച്ച ആ സഭ അങ്ങനെ ഒരു സഭയായിരുന്നു. പെട്ടെന്ന് നമുക്ക് വായിച്ച് ഈ 16-ാം അധ്യായം അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ച് ആ മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറയിച്ചു. മജിസ്ട്രേറ്റന്മാർ അവരെ അടിച്ചവരെ അയച്ച് ജയിലറോട് പറയുകയാണ് അവരെ വിട്ടയക്കാൻ. കാരണം അവർ ധരിച്ചത് കുറച്ച് അടിയൊക്കെ കൊടുത്തു, ഒരു രാത്രി ജയിലിലിട്ടല്ലോ, രാവിലെ അവരെ വിട്ടാൽ ഈ അടി കൊണ്ടൊക്കെ അവരുടെ ഈ സുവിശേഷ പ്രവർത്തനമൊക്കെ നിർത്തും, അവരെ ഒതുക്കാമെന്നാണ് ധരിച്ചത്. പക്ഷേ പൗലോസും ശീലാസും റോമൻ സിറ്റിസൺസാണ്. അവരെ വിസ്തരിക്കാതെ അടിക്കുന്നത് ഇല്ലീഗലാണ്. അതുകൊണ്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ജയിലർ തന്നോട് നീ സ്വതന്ത്രനായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, അങ്ങനെ ഞങ്ങളെ രഹസ്യത്തിൽ വിടണ്ട, ഞങ്ങൾ രണ്ടുപേരും റോമൻ സിറ്റിസൺസ് ആണ്. അവർ തന്നെ വന്ന് ഞങ്ങളോടൊരു അപ്പോളജി പറയട്ടെ, ക്ഷമ ചോദിക്കട്ടെ എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അവർ പിന്നീട് വരേണ്ടതായിട്ട് വന്നു. കൂടുതൽ പരാതിക്കൊന്നും പൗലോസ് പോകുന്നില്ല. പക്ഷേ അവരെ വരുത്തി അതിനുശേഷമാണ് താൻ ലുദിയയുടെ ഭവനത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. താൻ എന്തിനങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചിന്ത ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പിൻകാലങ്ങളിൽ ഫിലിപ്പി സഭയ്ക്ക് അതൊരു അനുഗ്രഹമായി മാറിക്കാണും. താൻ ഒരു റോമൻ സിറ്റിസൺ എന്ന നിലയിൽ ശരിയായി വിസ്തരിച്ച കുറ്റം കാണാതെ തന്നെ ഈ നിലവാരത്തിൽ അടിക്കാൻ തന്നെയോ ശീലാസിനെ അടിക്കുവാൻ നിയമമില്ല. താൻ പരാതി കൊടുത്താൽ തന്നെ അടിച്ചവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ പരാതി പറയാൻ പൗലോസ് പോയില്ല. അവർ ക്ഷമ ചോദിച്ചു, താൻ അവിടുന്ന് പോവുകയാണ്. വാസ്തവത്തിൽ അവർ ഭയന്നുപോയി. റോമൻ സിറ്റിസൺസ് ആണ് എന്ന് ഈ അടിച്ചവർക്ക് അറിയത്തില്ലായിരുന്നു. നമുക്ക് ന്യായമായൊരു ചോദ്യം വരും, അടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പറയണ്ടേ? ഒരു പക്ഷെങ്കിൽ പറഞ്ഞു കാണും. പക്ഷേ പുരുഷാരോ അവരും കൂടെ ചേർന്ന് ഈ ദൈവദാസന്മാർ പറയുന്നത് അവർ ശ്രദ്ധിച്ചു കാണുകയില്ല. ഇപ്പോൾ അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അവരവരെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. 38-ാം വാക്യം, കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചപ്പോൾ അവർ റോമ പൗരന്മാർ എന്ന് കേട്ട് അവർ ഭയപ്പെട്ടു ചെന്നു. അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്ന് പട്ടണം വിട്ടു പോകണം എന്ന് അപേക്ഷിച്ചു. അതിൻ്റെ കാരണം ഇവർ നിൽക്കുന്തോറും സുവിശേഷീകരണം ചെയ്യുന്തോറും പട്ടണത്തിൽ പ്രശ്നമുണ്ടാകും. അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിൽക്കാലഘട്ടത്തിൽ തീർച്ചയായും ഫിലിപ്പി സഭയ്ക്ക് പൗലോസ് ആ നിലയിൽ ചെയ്തത് നിമിത്തം ആ സഭയ്ക്ക് അതൊരു നന്മയായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവസാനത്തെ വാക്യം 40-ാം വാക്യം, അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്നു സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ട പോയി. ലുദിയയുടെ വീട്ടിൽ ലുദിയയുടെ ഭർത്താവ് എന്നല്ല എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ചു. ലുദിയയും കുടുംബവും സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാക്കുന്ന ആളുകളുണ്ട്. ലുദിയ വിവാഹം കഴിച്ചോ എന്നോ ഒന്നും ക്ലിയറായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ലുദിയയുടെ കുടുംബത്തെ വ്യാഖ്യാനിച്ചാൽ വിശ്വാസപ്രായമായവർ, വിശ്വാസം എക്സർസൈസ് ചെയ്യുവാൻ മെച്വറായ കുടുംബാംഗങ്ങളാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതെന്ന് വേണം നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ. ബൈബിളിൻ്റെ പൊതു ആശയത്തിൽ നിന്ന് വിപരീതമായി വ്യാഖ്യാനിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. അതൊരു സത്യാന്വേഷിയുടെ ലക്ഷണമല്ല. ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വചനമെല്ലാം നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ട് ഇനിയും സ്നാനപ്പെടുവാനുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അത് കർത്താവിനോട് ചേരുവാനാണ്. ഒരു പക്ഷെങ്കിൽ ലുദിയയുടെ ഭവനത്തിലായിരിക്കാം ഫിലിപ്പിയ സഭ കൂടി വന്നിരുന്നത്. അവിടെ ചെന്നു. എന്നിട്ടാണ് പിന്നീട് അവരവരുടെ 2ാം മിഷണറി യാത്ര തുടരുന്നത്. ആ 40-ാം വാക്യത്തിലെ ഒരു പ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിനുശേഷം നമുക്ക് അവസാനിപ്പിക്കാം. അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. ആരെ ആശ്വസിപ്പിച്ചു? ആശ്വസിപ്പിച്ചു എന്നാണ് ഇംഗ്ലീഷിൽ എൻകറേജ് ചെയ്തുന്ന, ബലപ്പെടുത്തി. ആരെയാണ് ബലപ്പെടുത്തിയത്? അടികൊണ്ട ദൈവദാസന്മാർ, കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്ന ദൈവദാസന്മാർ,
ലുദിയയുടെ വീട്ടിൽ വന്ന് സഹോദരന്മാരെ ആശ്വസിപ്പിച്ചു. തിരിച്ചായിരുന്നു വേണ്ടത്. അടി കൊള്ളുന്നവരെയല്ലേ ആശ്വസിപ്പിക്കുന്നത്? ഇവിടെ മറിച്ചാണ് സംഭവിക്കുന്നത്. പലയിടങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കത് കാണുവാൻ കഴിയും. അവരുടെ അകത്തെ സ്പിരിറ്റിനെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഈ അടികളും നിന്നയും ഒക്കെ സഹിച്ചിട്ട് അവർ വീട്ടിൽ ചെന്ന് അവരാണ് ആശ്വസിപ്പിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. നിസ്സാര കാര്യങ്ങൾക്ക് ദൈവകൃപ വിടുകയും വിശ്വാസം വിട്ടു പോകുന്ന എത്ര ആളുകളുണ്ട്. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മ നിറവുള്ള ദൈവദാസന്മാരെക്കുറിച്ച് ഈ മാതൃക ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കോരോരുത്തർക്കും ഒരു ചലഞ്ചാണ് ദൈവമക്കളെ. ഫിലിപ്പിയിൽ നിന്ന് 17-ാം അധ്യായത്തിൽ അവർ തെസ്സലോനിക്കയിലേക്ക് പോവുകയാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ഫിലിപ്പി പട്ടണത്തിൽ തിമോത്തിയോസിനെ ലുസ്ത്രയിൽ കണ്ടെത്തിയ ശേഷം അവർ ഫിലിപ്പി പട്ടണത്തിലെത്തുന്നു. ഫിലിപ്പി പട്ടണം മക്കദോനിയയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണെന്ന് നാം ചിന്തിച്ചു. അവിടെ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ലുദിയ വിടുവിക്കപ്പെടുന്നു. ഒരു ബാലികയായ വെളിച്ചപ്പാടത്തിയായ ഒരു സഹോദരി വിടുവിക്കപ്പെടുന്നു. മൂന്നാമത് ഒരു ജയിലറും കുടുംബവും വിടുവിക്കപ്പെടുകയാണ്. പട്ടണം ഇളക്കി മറിച്ച ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധാത്മ നിറവിൽ കർത്താവിൻ്റെ ദാസന്മാർ അവർ കാഴ്ചവെച്ചത്. ഈ ടീമിൽ പൗലോസ് ഉണ്ട്, ശീലാസ് ഉണ്ട്, തിമോത്തി ഉണ്ട്, ലൂക്കോസ് ഉണ്ട്. ഇവർ 4 പേരുണ്ടെങ്കിലും പീഡനവും അടിയും ലഭിച്ചത് പൗലോസിനും ശീലാസിനുമാണ്. ഒരുപക്ഷെങ്കിൽ അവരായിരിക്കും ടീമിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. അതുകൊണ്ടാവാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ദൈവമക്കൾ ശ്രദ്ധിച്ചോ. ചിലയിടത്ത് പോകാതെ ദൈവാത്മാവ് വിലക്കി, ചിലയിടത്ത് സമ്മതിച്ചില്ല. പക്ഷെ ചിലയിടത്ത് വാതിൽ തുറന്നു. വാതിൽ തുറന്ന ഇടത്ത് പരിശുദ്ധാത്മാവ് തുണനിന്നു. പരിശുദ്ധാത്മാവ് തുണനിന്നതുകൊണ്ട് വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്തു. ആളുകൾ രക്ഷിക്കപ്പെട്ടു, ആളുകൾ സ്നാനപ്പെട്ടു, ദൈവസഭ പ്ലാന്റ് ചെയ്തു. ആത്മാവിൻ്റെ നടത്തിപ്പിൽ നിൽക്ക്. അതാണ് സഭാ വളർച്ചയുടെയും സഭാ സ്ഥാപനത്തിൻ്റെയും രഹസ്യം.